സംസ്ഥാന കേരളോത്സവം ഏപ്രിൽ മാസത്തിൽ കോതമംഗലത്ത് നടത്തും. 10,000-ഓളം യുവതി യുവാക്കൾ പങ്കെടുക്കും. കോതമംഗലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മേളയാണ് നടക്കാനിരിക്കുന്നത്. നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംഘാടക സമിതിക്കും രൂപം നൽകി. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡാണ് സംസ്ഥാനതല കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 8, 9, 10, 11 തീയതികളിലാണ് കേരളോത്സവം നടത്തുന്നത്. ജില്ലാതല കേരളോത്സവത്തിന്റെ വിജയികളാണ് പങ്കെടുക്കുന്നത്. കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതാകും ഈ മേള. ഇതിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഒരുക്കങ്ങൾ ആരംഭിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരളീയ യുവതയുടെ ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക സംഗമവേദി കൂടിയായിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള കേരളോത്സവം അത് എല്ലാ നിലയിലും അർത്ഥവത്തായി തന്നെ നമുക്കിവിടെ കൊണ്ടാടാൻ വേണ്ടി കഴിയണം. അത് സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഇവിടെ വരുന്ന പ്രതിഭകളുടെ മെച്ചപ്പെട്ട പ്രകടനം കൊണ്ടുമൊക്കെ കോതമംഗലത്തെ കേരളോത്സവം എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ കഴിയുന്ന നിലയിൽ മെച്ചപ്പെട്ട നിലയിൽ തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിയുന്നവരാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നിങ്ങളെല്ലാവരും. വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആരംഭഘട്ടം തന്നെ വളരെ വിജയകരമായി അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസാന നിമിഷം വരെ സജീവമായി ഇവിടെ സൂചിപ്പിച്ചു ഘോഷയാത്രയടക്കം സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലയിലും മികച്ച സംഘാടന മികവോടുകൂടി തന്നെ കോതമംഗലത്തെ കേരളോത്സവം നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. അതിന് തുടർന്നും ഇതിൻ്റെ ആദ്യ അവസാന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S. സതീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, FIT ചെയർമാൻ R. അനിൽകുമാർ, MPI ചെയർമാൻ EK ശിവൻ, AG ജോർജ്, റഷിദ സലീം, PM മജീദ്, മിനി ഗോപി, കാന്തി വെള്ളക്കയ്യൻ, സിബി മാത്യു, ഷിബു കുര്യാക്കോസ്, സന്തോഷ് കാല, PM സാജൻ, മീനു സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് റോണി മാത്യു സ്വാഗതവും R. പ്രജീഷ കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.